ഹായ് ഓൾ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്ര നിയന്ത്രണമില്ലായ്മ, ലോസ് ഓഫ് ബ്ലാഡർ കൺട്രോൾ. യൂറിനറി ബ്ലാഡറിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് മൂത്രം ലീക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഇന്ന് മിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് യൂറിനറി ഇൻകോണ്ടിനൻസ്. ധാരാളം സ്ത്രീകൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. പ്രസവശേഷമോ ആർത്തവ വിരാമത്തോടോ അനുബന്ധിച്ച് ഈ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരിലും യൂറിനറി ഇൻകോണ്ടിനൻസ് കണ്ടുവരുന്നുണ്ട്. ഫിസിക്കലി മാത്രമല്ല മെന്റലി കൂടെ ഈ ഒരു ബുദ്ധിമുട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ്. പെൽവിക് ഫ്ലോർ മസിൽ വീക്ക്നെസ് സംഭവിക്കുമ്പോഴാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്നത്. ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉള്ളത്: എർജ് ഇൻകോണ്ടിനൻസ്, സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. എർജ് ഇൻകോണ്ടിനൻസ് യൂറിനേറ്റ് ചെയ്യാൻ തോന്നിയാൽ അത് പിടിച്ചു നിർത്താൻ പറ്റാതെയുള്ള അവസ്ഥയാണ് ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം. നെർവ് റിലേറ്റഡ് പ്രശ്നങ്ങൾ, ഡയബറ്റിക് പേഷ്യന്റ്, കിഡ്നി സ്റ്റോൺ ഉള്ള പേഷ്യന്റ് എന്നിവരിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് കൂടുതലായും കാണപ്പെടുന്നത് പുരുഷന്മാരിലാണ്, അതായത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വീക്കം കാരണം. സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുമ്പോഴോ യൂറിൻ ലീക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഫിസിയോതെറാപ്പിയിലൂടെ ഇത് എങ്ങനെ ശരിയാക്കാം? ആദ്യം തന്നെ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. കീഗിൾ എക്സസൈസ്, പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, കോർ സ്ട്രെങ്തനിങ് എക്സസൈസ്, ബ്രിഡ്ജിംഗ്, സ്ക്വാട്ടിംഗ്, SLR, പെൽവിക് ടിൽറ്റ് എന്നിവ ചെയ്യാവുന്നതാണ്.